Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തുടർച്ചയായി കഴിഞ്ഞ എപ്പിസോഡുകളിൽ കുടുംബജീവിതത്തെക്കുറിച്ച്, ഫാമിലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ, ഇന്ന് നമ്മുടെ സമൂഹത്തെ അങ്ങേയറ്റം വളരെയധികം വിഷമസന്ധിയിലാക്കിയിരിക്കുന്ന ചലഞ്ചസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. നമ്മുടെ ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ്, പരിശുദ്ധാത്മാവാണ് നമുക്ക് ദൈവീക ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാൻ നമ്മളോടൊപ്പമുള്ളത്. ഈ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചോദ്യം, നമ്മുടെ യുവജനങ്ങൾ ഒരു ചോദ്യം ചോദിച്ച് നമ്മളവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. നമുക്ക് ആ ചോദ്യം വീണ്ടും ഈ എപ്പിസോഡിൽ നമുക്കത് എടുക്കാം. ഇതാണ് ചോദ്യം: മക്കളും മാതാപിതാക്കളും ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഒരു വലിയ കട്ട് ഓഫ്, പ്രത്യേകിച്ച് ടീനേജ് മുതൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് യാതൊരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ പല വിധത്തിൽ ചർച്ച ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ ആഴമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ, ഇതിനെ എങ്ങനെ മറികടക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ നമ്മുടെ വിഷ്വലിലേക്ക് ക്ഷണിക്കുകയാണ്. മതബോധന ഗ്രന്ഥം 2223 വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് മാതാപിതാക്കളോട്. അതായത് ബി എ ഗുഡ് എക്സാമ്പിൾ, നല്ല മാതൃകകളാകുക മാതാപിതാക്കൾ. അപ്പോൾ ഇന്നത്തെ തലമുറയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പരാധീനത അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് നല്ല മാതൃക അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തങ്ങളുടെ കുട്ടികൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് ഗൗരവപരമായ കടമയുണ്ട്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ആൻഡ് റൈറ്റ്. സ്വന്തം പരാജയങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് വഴി അവർക്ക് മാർഗനിർദ്ദേശം നൽകുവാനും അവരെ തിരുത്തുവാനും അവർ കൂടുതൽ പ്രാപ്തരാകും. അപ്പോൾ ഈ വിഷയം നമുക്ക് അല്പസമയം ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മതബോധന ഗ്രന്ഥം നമ്മളോട് പറയുന്നു മാതാപിതാക്കൾക്ക് കടമയുണ്ട് മാതൃകയാകാൻ. സ്വന്തം വീഴ്ചകൾ കുഞ്ഞുങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഇത് വായിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം തോന്നുന്നത്? നിങ്ങളത് യുവാക്കൾ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലെ കുറവുകളുള്ളത് അവർ നിങ്ങളോട് പറയാനും അവർ ജീവിതത്തിൽ അതിൻ്റെ അനന്തരഫലം, തെറ്റായ ഫലം അനുഭവിച്ചതിനെക്കുറിച്ച് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ ലൈഫിൽ കുറേ സംഭവിച്ചിട്ടുണ്ട്. പാപ്പൻ്റെ അമ്മയുടെയും കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് പറയുമ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പം ഒരു കുറച്ചുകൂടെ ഒരു മുൻകൂട്ടി അറിയാൻ പറ്റും. ഇപ്പം മാതാപിതാക്കൾ ഷെയർ ചെയ്യുമ്പം അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പല കാര്യങ്ങളും നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് ഈ സാഹചര്യത്തിൽ. പക്ഷേ ഇന്ന് അത് നടക്കുന്നുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. മാതാപിതാക്കളും മക്കളും തമ്മിലൊരു നല്ല ഓപ്പൺ എൻവയോൺമെൻറ്റ്, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വ്യക്തമായിട്ട് ഓപ്പൺ ആകുന്നുണ്ടോ? ഇതാണ് നമ്മുടെ പ്രശ്നം. ഇത് അതിനുള്ള ഒരു വഴിയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓപ്പണായിട്ട് നടക്കുന്നില്ല.
മൊത്തമായിട്ട് നമ്മൾ പറയുമ്പോൾ, ജനറലി പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. പല കുടുംബങ്ങളിലും മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. എന്നാൽ ജനറലി പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ കേട്ട കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള പ്രയാസം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെവിൻ പറഞ്ഞത്. മാതാപിതാക്കൾ ഇന്ന് മക്കളെ കേൾക്കുന്നില്ല, ദേ ആർ നോട്ട് ലിസണിങ്, ഈ ഒരു പരാതി. ഇനി കേട്ടാൽ തന്നെ അവർ പറയുന്ന പല കാര്യങ്ങളും അംഗീകരിക്കുന്നില്ല. ഇതൊരു വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഒരു കട്ട് ഓഫിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഞാൻ മാതാപിതാക്കളോട് ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ ജനറേഷന്, ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി അവരുടെ മനസ്സിൽ കടന്നു വന്നിരിക്കുന്നത്? മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നില്ല, കേട്ടാൽ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. മക്കൾ ഒരു കാര്യത്തിനൊരു മറുപടി പറയുമ്പം ആ കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അതിന് കാര്യഗൗരവമായ ഒരു മറുപടി ആയിരിക്കില്ല മക്കൾ പറയുക. അവരുടെ പ്രായത്തിൻ്റെ തോന്നലിൽ അവർ അങ്ങനെ അങ്ങ് പറയുന്നേ ഉള്ളൂ. എല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം തെറ്റാണെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ അവരെ കേൾക്കുന്നുണ്ടോ? ഇതാണ് ആദ്യത്തെ എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്, പക്ഷെ അവർക്കത് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ കേൾക്കുന്നു, അതായത് കമ്മ്യൂണിക്കേഷനിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഇവിടെ നമ്മൾ മിസ് ചെയ്തിരിക്കുന്നത്. നമ്മളോടൊരാൾ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും, നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇത് കേൾക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി കേൾക്കുന്നില്ല എന്നുള്ളൊരു തോന്നലാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു കട്ട് ഓഫ്. മനസ്സിലായോ? അത് നമ്മൾ അവിടെ കട്ട് ഓഫാണ്. അത് ശരി, ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു ശ്രദ്ധയില്ല, ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഒരു കാര്യം പറയാൻ വരുന്നുമില്ല. അപ്പോൾ ഇത് മാതാപിതാക്കൾക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ എന്തു വന്ന് പറഞ്ഞാലും ബി റെഡി ടു ലിസൺ ടു ദം. ഇത് നമ്മൾ ആദ്യമേ എന്താ ചെയ്യുന്നത്? അവർ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മൾ അത് മുഴുവൻ കേൾക്കാതെ തന്നെ പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് ഉപദേശവും കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവരെന്താ ചിന്തിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞില്ല, അതിനു മുമ്പ് ഇവിടെ തുടങ്ങി, ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ അവസ്ഥയാകുന്നത്, അത് കാരണം ഞാൻ മിണ്ടാൻ പോകുന്നില്ല. ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സെൻസിലായിരിക്കുകയല്ല നിങ്ങൾ എടുക്കുക, അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളത് എല്ലാ വശങ്ങളും കേൾക്കുന്നില്ല. നമുക്ക് തുടർന്നും അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വീണ്ടും ഞാൻ നമ്മുടെ സ്ലൈഡിലേക്ക് ശ്രദ്ധയാകർഷിക്കുകയാണ്. പേരൻസ് വിട്ടുവീഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്രമൈസ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിക്ക് കേൾക്കുക, അതിനുശേഷം നമ്മളൊരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ് വരുത്തി പിള്ളേരെ സംതൃപ്തി അവർക്ക് വരട്ടെന്നും പറഞ്ഞിട്ട് നമ്മളെ സത്യത്തെ അസത്യമാക്കിയോ സത്യത്തെ വളച്ചൊടിച്ചോ നമ്മൾ അവർ പറയുന്നതിനെ അംഗീകരിക്കണമെന്നില്ല. നമുക്കവർക്ക് ബോധപൂർവം നമ്മൾ പക്ഷേ മെയിനായിട്ട് നമ്മളവർ കേൾക്കുന്നു, ശരി, കേട്ട് കഴിഞ്ഞ് നമ്മളെന്താ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ചോദിക്കുക അവരോട് ചോദിക്കുമ്പോൾ അവർക്കത് നമുക്ക് പറയാനൊരു ആകാംക്ഷയുണ്ട്. അത് ശരി, ഇന്ന് എൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആ പയ്യന് ഇങ്ങനെ പറയും തുടങ്ങുമ്പോഴത്തേക്കിന് എന്താ പേരൻസ് ഇവിടെ ചിന്തിക്കുന്നത്? എടി എന്നാ പറ്റി, അവൻ എന്നാ ചെയ്തു പിന്നെ ഇല്ലേ? പെട്ടെന്ന് നമ്മൾ ഇതൊന്നും കേൾക്കുന്നുമില്ല. നമ്മളിതിൻ്റെ കാര്യങ്ങൾ ഒന്നിലിപ്പോൾ അവൾ പറയാൻ വന്നത് എന്താണ്? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവനൊരു പ്രൊമോഷൻ കിട്ടി, അവൻ അമേരിക്കയിലേക്ക് പോവുക, ഒരു സന്തോഷ വാർത്ത വന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മുടെ മനസ്സിലുള്ള ആകുലതകളും നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും ഒക്കെ കൂടെ ഈ പറയുന്നത് കേൾക്കാതെ ഉടനെ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സത്യത്തെ അസത്യമായി അംഗീകരിക്കേണ്ട, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ധാർമ്മികതയും ആധ്യാത്മികതയും പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ റൈറ്റാണ്. പക്ഷെ നമ്മൾ കേൾക്കണം, ഒരു കോംപ്രമൈസും ഇല്ലാതെ സത്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, സത്യം പറയുമ്പോഴും സ്നേഹത്തിൽ അരച്ച് ചാലിച്ച് സ്നേഹത്തിൽ പൊതിഞ്ഞ് ഇത് നമ്മൾ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. നമ്മളല്ലാതെ അവരെ ഇങ്ങോട്ട് വരുമ്പോഴേ ഇതാ നമ്മളിവിടെ വാളും കൊണ്ട് നിൽക്കുകയാണ് വെട്ടാൻ, ഈ ഒരു ഫീലിംഗ് ആണ് അവർക്ക് കിട്ടുന്നതെന്ന് വരികയില്ല. കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തേക്കൊന്നും വരികയില്ല.
അപ്പം എൻ്റെ പേരൻസ് അവർക്ക് എന്താണ് ശരി തെറ്റ് എന്ന് ഡിസൈൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറവാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം അതാണ്. ഒന്ന്, നമുക്കറിയാം ഇന്നത്തെ തലമുറ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്, നമ്മൾ പഴയ തലമുറയ്ക്കൊന്നും അറിയുകയില്ല. അപ്പം മാതാപിതാക്കളെല്ലാം പറയുന്ന ഒരു കംപ്ലൈൻറ്റ്, എൻ്റെ പിള്ളേരെല്ലാം പറയും യു ആർ ഔട്ട്ഡേറ്റഡ്, യു ഡോണ്ട് നോ എനിത്തിങ്, നിങ്ങൾ ഓൾഡ് ട്രഡീഷൻ അനുസരിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മളായവർക്ക്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് മടിയാണ്, നമ്മളതൊന്നും വേണ്ട, നമുക്ക് ആവശ്യമില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകണം ഇത് ഒരു എൻസൈക്ലോപീഡിയയാണ് എൻ്റെ പേരൻ്റ്, അല്ലെങ്കിൽ എൻ്റെ അപ്പനല്ലേ അമ്മ. എന്ത് കാര്യം അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടും. അത് ട്രഡീഷണലോ ഇതും അല്ല, യഥാർത്ഥമായിട്ടുള്ള ഉത്തരം കിട്ടും. സോ ഹീ ഈസ് ദ ബെസ്റ്റ് ഗൈഡ്, ഷീ ഈസ് ദ ബെസ്റ്റ് ഗൈഡ്. ഈ ഒരു ഫീലിംഗ്, ഒരു എൻവയോൺമെൻറ്റ് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ മുതലേ നമ്മൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യണം ആ എൻവയോൺമെൻറ്റ്. ഇതെല്ലാം ഓവർനൈറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് സ്നേഹം കൊണ്ട്, നമ്മൾ തിരുവചനങ്ങളും അത് തന്നെ പറയുന്നത്, സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് ആളുകളുടെ ഹൃദയങ്ങളെ വശീകരിക്കാനും മാറ്റുവാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഏത് മാർഗം ഉപയോഗിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അതിന് റെസിസ്റ്റൻസ് വരും, അവരത് സ്വീകരിച്ചെന്ന് വരികയില്ല. ഇനി ഞാൻ വേറൊരു നിങ്ങളുടെ ശ്രദ്ധ സ്ലൈഡിലേക്ക്, നമുക്ക് അവർക്ക് വേണ്ടതായ റെസ്പെക്റ്റും അഫെക്ഷനും നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴേ അവർക്ക് ആവശ്യമുള്ള ഫിസിക്കൽ നീഡ് കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്പിരിച്വൽ നീഡും അവരെ നമ്മൾ ബഹുമാനിക്കണം. ഇപ്പം നമ്മൾ യുവജനങ്ങൾ പറഞ്ഞല്ലോ, കേൾക്കുന്നില്ല, നമ്മൾ എന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അവജ്ഞയോടുകൂടിയാണ് അവർ, നമ്മൾ കേൾക്കുക പോലും ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ലിസണിങ് കപ്പാസിറ്റിയുടെ ഒരു പ്രത്യേകത. അതാണ് നമ്മളൊരാൾ ലിസൺ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്? ദേ ആർ റെസ്പെക്റ്റിംഗ് മീ. അപ്പോൾ നമുക്ക് പ്രായത്തിൽ കുറവുള്ള ആളാണേലും അറിവിൽ കുറവുള്ള ആളാണേലും അതെൻ്റെ അപ്പനാണേലും അമ്മയാണേലും സ്നേഹപൂർവ്വം എന്താ മോളെ നീ പറഞ്ഞേ, അല്ല എന്താ സെബിൻ നീ പറഞ്ഞത്, അല്ല എന്താ മോനെ നീ പറഞ്ഞ്, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ അവർക്ക് തോന്നും ദിസ് ഈസ് സംബഡി ഹും ഐ ക്യാൻ റിലേ ഓൺ. അല്ലാതെ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാതെ കൊണ്ട് നിനക്കെന്നെ അറിയാം, നീ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, ഇതൊക്കെ നീ പറയുന്നതാണോ എന്നുള്ളൊരു അവജ്ഞയോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ റിയാക്ഷനും വരുമ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. ശരിയാണ്, നീ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ വിവരമായിട്ടൊന്ന് മനസ്സിലാക്കട്ടെ, സംസാരിക്കട്ടെ. അപ്പോൾ ആ തരത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ, അത് ചെറുപ്പം മുതൽ ആ ഏജിൻ്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇല്ലേ യുവജനങ്ങൾ? എന്നാ തോന്നുന്നു? ഈ ഒരു പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ഒരു സ്വീകാര്യമായിട്ട് തോന്നുന്നില്ലേ ആ റിലേഷൻഷിപ്പ്? റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു കഴിവ് എന്ന് പറയുന്ന ഇതാണ്, ഈ ലോകത്തിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക് വന്നിരിക്കുന്ന ഒരു വലിയ കുഴപ്പം ഇതാ, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. തിന്മയെന്ന് പറയുന്ന ഒരു കാര്യമില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. എല്ലാം നല്ലതാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ ബൈബിൾ വാചകത്തിൽ ദൈവം പറഞ്ഞ വാചകവും അവരെടുത്ത് കോട്ട് ചെയ്യും. ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് എല്ലാം നല്ലതെന്ന് പറഞ്ഞു. അത് സത്യമാ, ദൈവം എല്ലാം നല്ലതായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ തിന്മ എങ്ങനെയാണ് വന്നത്? ഈ നല്ലതിനെ അതിനെ ട്വിസ്റ്റ് ചെയ്തു. ആര്? നമ്മുടെ ശത്രു. സത്യത്തെ നേരെ ഇരിക്കുന്നതിനെ നേരെ തിരിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ദേ നോക്ക്, ഇതാണ് സത്യം. അപ്പോൾ ഇവിടെയാണ് കുഴപ്പം. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇതാണ്, നന്മയുണ്ട് തിന്മയുണ്ട് ലോകത്തിൽ. അവരെ പ്രാപ്തരാക്കുന്നത് നന്മയെ സ്വീകരിക്കാനും തിന്മയെ ബഹിഷ്കരിക്കാനും. ദ ചോയ്സ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ, ഇതിന് നമ്മൾ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണം. ഇന്ന് പല മാതാപിതാക്കളും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു വലിയ പ്രോബ്ലം ഞാൻ കാണുന്ന ഇതാണ്, നമ്മളെല്ലാം ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഇനി മുതൽ നിനക്കതില്ല. ഇപ്പോൾ സെൽഫോൺ ആണെങ്കിൽ ഇനി മുതൽ സെൽഫോൺ ഇല്ല,
സെൽഫോൺ കട്ട് ചെയ്തു, വാങ്ങിച്ചു വെച്ചു, വീട്ടിൽ പൂട്ടി വെച്ചു. പരീക്ഷാ സമയത്ത് ടി വി കാണുന്നു, ഇനി മുതൽ ടി വി ഇല്ല. ടി വിയുടെ കേബിൾ കട്ട് ചെയ്തു, മുറിച്ചു വെച്ചു. അപ്പം നമ്മളെല്ലാം ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി ചട്ടയിലെല്ലാം നടക്കും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പലപ്പോഴും ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഉണ്ടോ? ഒരിക്കൽ ഒരു പെങ്കൊച്ച് പറയുകയായിരുന്നു, യുനോ മൈ പേരൻസ് നോ നത്തിങ്. ഞാൻ ചോദിച്ചു അതെന്താ കാര്യം പറയുന്നത്? എൻ്റെ സെൽഫോണും ഇൻ്റർനെറ്റും എല്ലാം കട്ട് ചെയ്ത് വെച്ചു, പക്ഷേ അവർക്കറിയത്തില്ല അവരെക്കാട്ടി സ്മാർട്ടാണ് ഞാനെന്ന്. ഞാനതെല്ലാം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എനിക്കതിൻ്റെ പാസ്വേഡും ഒക്കെ ഞാൻ മാറ്റി ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെക്കാട്ടി സ്മാർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു ഇതുകൊണ്ട് കുഞ്ഞുങ്ങൾ നന്നാവും. നമ്മൾ കുറേയൊക്കെ അവരെ സഹിച്ച് നിൽക്കും, കുറേ കഴിയുമ്പോൾ അവർക്ക് സാഹചര്യം വരുമ്പോൾ. ഇതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീഗലിസ്റ്റിക് അപ്രോച്ച് ആൻഡ് ഇത്തോയിസ്റ്റിക് അപ്രോച്ച്. അപ്പോൾ ഈ ലീഗലിസ്റ്റിക് അപ്രോച്ചിൽ എന്താ നമ്മൾ സംഭവിക്കുന്നത്? എല്ലാം നിയമത്തിൻ്റെ വരയിലൂടെ. നീ സ്കൂൾ വിട്ടാൽ 5 മണി എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ലേറ്റാകാൻ പാടില്ല, ഇവിടെ വന്നു കഴിഞ്ഞു. ലീഗലിസ്റ്റിക് അപ്രോച്ച്. ഓക്കെ, ഇല്ലെങ്കിൽ വഴക്കായി ബഹളമായി. അത് വരേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു ലീഗലിസ്റ്റിക് അപ്രോച്ച് പലപ്പോഴും അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് അവർ കൊടുക്കുന്നത്. ട്രാഫിക് റൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അവസരം കിട്ടുമ്പം അതിന് മുകളിലൂടെ പോകാനായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നു പറഞ്ഞു. അതുപോലെ ഞാൻ 1-2 കാര്യങ്ങൾ പേരൻസിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം, പ്രത്യേകിച്ച് അവരുടെ പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാൻ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ, അവരുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുവാൻ, ഇതിനെല്ലാം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നിയതുപോലെ അങ്ങ് പോയി ചെയ്യാന്നുള്ളതല്ല. മതബോധന ഗ്രന്ഥം 2230 വളരെ വ്യക്തമായിട്ട് നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. പക്ഷേ പേരൻസുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആ റിലേഷൻഷിപ്പും ആ ഒരു ട്രസ്റ്റ് വർത്തി ആറ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ നമ്മൾ ഗൈഡ് ചെയ്ത് അവരെ നല്ല നിലയിൽ എത്തിക്കാൻ പറ്റും. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ കട്ടാവുമ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. അവർ പിന്നെ നമ്മളുമായിട്ടൊന്നുമില്ല, അവർ സ്വന്തം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തു, അവരുടെ കാര്യങ്ങൾ ചെയ്തു, നമ്മൾ ചുമ്മാതെ ഫോർ ഇൻഫർമേഷൻ സേക്ക് നമ്മളോടൊന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അപകടം ഇവിടെയാണ്. നമ്മൾ അവർക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടപ്പോൾ കൊടുക്കണം. ഒരു കുഞ്ഞിന് താല്പര്യമില്ല ഒരു വിഷയം പഠിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല. ഞാനതാ പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഡോക്ടേഴ്സാണ് എന്നും പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞ് ഡോക്ടർ ആകാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് ആ വിഷയം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള വിഷയം കണ്ടുപിടിച്ച് അവനെ അതിനെ എൻകറേജ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് സഭ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് മതബോധന ഗ്രന്ഥം നമുക്ക് സഹായത്തിനെത്തുന്നത്. വളരെ വ്യക്തമായിട്ട് സഭ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുമായിട്ട് നമ്മളൊരു അഫെക്ഷൻ ആൻഡ് അഫർമേഷൻ എന്ന് പറയും. പ്രായമായാലും കുഞ്ഞുങ്ങളെ നമ്മൾ താലോലിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി സ്നേഹം കൊടുക്കുന്ന ഒരു ഫീലിംഗ് കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. അല്ലെങ്കിൽ ഒരു ടീനേജ് കഴിഞ്ഞു, അല്ലെ യൂത്തായി, പിന്നെ പിള്ളേരെ അവരെ ഒന്ന് അടുത്ത് വിളിച്ച് ഒന്ന് സ്നേഹം പങ്കിടാനോ ഇല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, ഈവൻ ദേ നീഡ് ദ ടച്ച് ആൻഡ് ലവ് ഓഫ് ദ പേരൻസ്. ഏത് പ്രായത്തിലും മാതാപിതാക്കൾക്ക് മാതാപിതാക്കളിൽ നീഡ് ടച്ച് ആൻഡ് ലവ്, ദ അഫർമേഷൻ ആൻഡ് അഫെക്ഷൻ അവരാഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ എത്രത്തോളം ഹഗ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. പ്രായമാവും തോറും നമ്മൾ അകൽച്ച തീർച്ചയായിട്ടും അവർക്കത് വേണ്ട എന്നുള്ള അർത്ഥമല്ല, അവരുടെ പ്രായത്തിനനുസൃതമായി ദേ സ്റ്റിൽ നീഡ്. ഇവിടെ സൈക്കോളജിസ്റ്റ് പറയുന്നത് 94% കുഞ്ഞുങ്ങൾക്കും അത് ശരിക്ക് ലഭിക്കാത്തത് കൊണ്ട് ഈവൻ ഡിസിഷൻ മേക്കിംഗ് പോലും പ്രോബ്ലമാണ് അവർക്ക്. അവരുടെ ബ്രെയിനിൽ ആ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ആ കെമിക്കൽസ് അല്ലെങ്കിൽ അതിന് വേണ്ടതായ പ്രചോദനം അവർക്ക് കിട്ടുന്നില്ലെന്ന് അവർ. കാരണം എന്താ? കുഞ്ഞുങ്ങൾ അല്പം ഒന്ന് വളർന്നു കഴിഞ്ഞാൽ ഇനി പിള്ളേർ വളർന്നു, ഇനി അവരുടെ വഴിയേ ആയി. ദേ നീഡ് അഫെക്ഷൻ, ഇല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പേരൻസിൻ്റെ അഫെക്ഷൻ ആൻഡ് ലവ്
ആ അഫെക്ഷൻ ആൻഡ് അഫർമേഷൻ അത് എപ്പോഴും അവർക്ക് വേണം. നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കുറവുകൾ മാത്രമാണ് കൂടുതലും പറയാറുള്ളത്. നീ അത് ചെയ്യുന്നില്ല, അടുത്ത കോച്ചിന് 90% കിട്ടി, നിനക്ക് 85 കിട്ടിയുള്ളൂ, നീ എന്തിനാ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കുറവുകൾ മാത്രമല്ലാതെ ഈ ഒരു അഫർമേഷൻ നമ്മൾ കൊടുക്കുന്നില്ല അധികം, അംഗീകാരം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജിസ്റ്റ് വീണ്ടും പറയുന്നത്, അല്പം സൈക്കോളജി അവിടെ കൊണ്ടുവരികയാണ്. അവർ പറയുന്നത് ഇവരിങ്ങനെ ഒരു ലാക്ക് ചെയ്ത് സബ് മൈൻഡിലും അൺകോൺഷ്യസ് മൈൻഡിലും ഇങ്ങനെ ഒരു അപാകതയോടുകൂടി അവർ വിവാഹം കഴിച്ചാൽ തന്നെ പലപ്പോഴും ഇവൻ ഭാര്യയുമായിട്ടുള്ള ആ സ്നേഹം പോലും അവർക്ക് ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ വാക്യൂം അവിടെ കിടക്കുകയാണ്. പേരൻസിൽ നിന്നുള്ള അഫെക്ഷൻ്റെ അഫർമേഷൻ്റെയും വാക്യൂം സബ് കോൺഷ്യസും അൺകോൺഷ്യസ് മൈൻഡിലും കിടക്കുകയാണ്. അപ്പോൾ നമ്മളിനിയും ഈ ഹോമോസെക്ഷുവാലിറ്റി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് വളരെ വിശകലനമായിട്ട് അടുത്ത വരാനിരിക്കുന്ന എപ്പിസോഡുകളിലൊക്കെ നമ്മൾ സംസാരിക്കും ഇതിനെക്കുറിച്ച്. ക്ലിയറായിട്ട് മനസ്സിലായോ? ദേ നീഡ് അഫെക്ഷൻ ആൻഡ് അഫർമേഷൻ. എത്ര പ്രായമായാലും മക്കൾക്കത് ആവശ്യമാണ്. അവർക്കൊരു ഉമ്മയും വല്ലപ്പോഴുമൊക്കെ അവർക്ക് ഒരു കെട്ടിപ്പിടുത്തവും ഒരു ഉമ്മയും ഒക്കെ പ്രായോഗികമായിട്ട് തന്നെ കൊടുത്ത് ശീലിക്കണം നമ്മൾ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അത് ചെയ്യേണ്ടതാ. നമ്മളത് ചെയ്യാത്തതിൻ്റെ കുറവാണ്. നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ഞാൻ തിരിക്കുകയാണ്. പേരൻസിൻ്റെ ഒരു പ്രത്യേകത ഞാനിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റാത്തത്? ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഒരു തുറന്ന പങ്കുവെക്കലിന് ഇവർ തയ്യാറായി കടന്നു വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് ടെൻഷൻ കൊണ്ടായിരിക്കാൻ ദേഷ്യപ്പെടാനും നമ്മൾ ഭയങ്കരമായിട്ട് ശോഭിക്കാനും ഒക്കെ തുടങ്ങും. ഇപ്പോൾ സപ്പോസ് ഇവരൊരു മിസ്റ്റേക്കുമായിട്ട് വന്നെന്ന് വിചാരിച്ചോ, ഇവരെന്തെങ്കിലും ഒരു കുറവ് അവരുടെ ബന്ധങ്ങളിലോ ഒരു പ്രശ്നം അവർക്ക് സ്കൂളിലോ കോളേജിലോ ഉണ്ടായെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർ വരുന്നെങ്കിൽ അത് നിങ്ങളാണ് അതിന് പറ്റിയ ആളുകളെന്ന് കരുതിക്കൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു റിയാക്ഷൻ കാണിക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് തോന്നും, അയ്യോ ഞാൻ ഇങ്ങോട്ടേക്ക് പറയണ്ടായിരുന്നു എന്ന് തോന്നും. അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ മാതാപിതാക്കൾ എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്, മക്കളെ അങ്ങ് ഒത്തിരി ഉപദേശിച്ച് കഴിഞ്ഞാൽ അവർ നന്നാകുമെന്നുള്ള ചിന്തയിൽ ഒരു വിഷയവും ഒരു ചോദ്യവുമായിട്ട് കുട്ടികൾ വരും. നമുക്കറിയാവുന്നതും അറിയാൻ വയ്യാത്തതും എല്ലാം കൂടെ 1.5 മണിക്കൂറിൻ്റെ ലെക്ചർ നമ്മൾ പിള്ളേർക്ക് അങ്ങ് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത്? ഇന്നത്തെ അവർക്ക് ഈ 1.5 മണിക്കൂർ ലെക്ചറിന് വേണ്ടി കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്കറിയാം നിങ്ങളെന്താ പറയാൻ പോകുന്നതെന്നറിയാം. പക്ഷേ അവർക്ക് വേണ്ടത് നിങ്ങളത് കേട്ടുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അഫെക്ഷനും അഫർമേഷനുമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒത്തിരി ഉപദേശിക്കുന്ന ലെക്ചർ കൊടുത്ത് ഉപദേശിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അത് നമ്മൾ ഷോർട്ടൺ ചെയ്യണം. വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഫസ്റ്റ് അവരെ കേൾക്കുക, കൂടുതൽ അവരെ കേട്ട് അതിനുശേഷം നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ ഒരു കുട്ടി ഇങ്ങനെ പറയുകയുണ്ടായി, the moment I start talking about something, my mom will start the long lecture. അത് കാരണം ഞാനിപ്പം മമ്മിയുമായിട്ട് ഒരക്ഷരവും മിണ്ടത്തില്ല. എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും മമ്മിയുമായിട്ട് സംസാരിക്കാനേ പോകത്തില്ല. കാരണം എനിക്ക് സമയമില്ല. 1.5 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് മമ്മി പറയുന്ന എല്ലാം കേൾക്കണം. 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മമ്മിയുടെ ലെക്ചറാണെന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു വിഷയം ഒരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശരിയാണോ ഇത്? ശരിയാണ്. അപ്പോൾ ഈ ഒരു ടെൻഡൻസി നമ്മളിലുണ്ട്, മാതാപിതാക്കളായ നമ്മളിലുണ്ട്. അത് നമ്മൾ മാറ്റിയെടുക്കണം. ഇല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരികയില്ല. അപ്പോൾ ഇതൊരു വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണ്? അടുത്ത സ്ലൈഡ് നമുക്കൊന്ന് നോക്കാം. അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മൾ ഈ പ്രസംഗിക്കുന്നതിന് പകരം അവരോട് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച്, നീ ഈ പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്? ലെറ്റ് ദം മേക്ക് റീസണബിൾ അബൌട്ട് ഇറ്റ്. അപ്പോഴാണ് അവരുടെ ആ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മനസ്സിലായല്ലോ? നമ്മൾ ഉപദേശത്തെക്കാൾ ഉപരി ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ചെറിയ ചോദ്യങ്ങളിലൂടെ, അത് ചോദ്യം നമ്മൾ
ഇങ്ങനെ ചോദിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയല്ല. കോൺവെർസേഷനിൽ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോഴാ നിങ്ങൾക്ക് മനസ്സിലാകുന്നതോടൊപ്പം മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ബോധ്യം വരും, ശരിയാണല്ലോ, ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോഴാണല്ലോ ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും ആഴമായിട്ട് ഗഹനമായിട്ട് മനസ്സിലാക്കുന്നല്ലോ എന്ന്. അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സിൻസിയറായിട്ടുള്ള ഓണസ്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ അവർക്ക് പറയണം. ഏത് കൊച്ചു കുഞ്ഞാണേ പോലും നമ്മളെ വളച്ചു തിരിക്കാനായിട്ട് ഇവർ പറഞ്ഞല്ലോ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, പലതും ഹൈഡ് ചെയ്യുന്നുണ്ട്, പാടില്ല. അത് അവർ ഒരു ഓപ്പണായിട്ടൊരു സിൻസിയറായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ സിൻസിയറായിട്ട് ഉത്തരം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഗിവ് എ സിൻസിയർ ആൻഡ് ഓണസ്റ്റ് ആൻസർ അവരുടെ ചോദ്യങ്ങൾക്ക്, അതവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ജഡ്ജ്മെൻ്റലാണ്, ഒത്തിരി സ്കെപ്റ്റിക്കാണ്. മാതാപിതാക്കളുടെ അവരുടെ സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടൊക്കെ ആയിരിക്കാം. നമ്മൾ കുഞ്ഞുങ്ങളെ വിശ്വസിക്കണം. അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് പ്രത്യേകിച്ച് നമ്മുടെ ഈ തലമുറയ്ക്ക് നമ്മൾ ജഡ്ജ്മെൻ്റലായിട്ട്, ഒരുപക്ഷെ അവരെയല്ല അവരുടെ കൂട്ടുകാരെക്കുറിച്ച് നമ്മൾ വിധി എഴുതുന്നു, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള സുഹൃത്ത് വലയങ്ങളെക്കുറിച്ച് വിധി എഴുതുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവരെല്ലാം മോശം, അവരെല്ലാം പനല, ഇനി അവരുടെ കൂടെ പോകണ്ട, ഇതൊരു ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഇവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇത് നമ്മളുടെ ഭാഗത്തുനിന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കറിയാം വി ഡോണ്ട് വാണ്ട്, ഇവർ നമ്മളുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റുന്ന ആളുകളല്ല, എന്തു വന്നാലും നമ്മളെ ജഡ്ജ് ചെയ്യും. അതുപോലെ തന്നെ ക്രിറ്റിസിസം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഭവനത്തിൽ വെച്ച് എനിക്കറിയാം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ ആരെക്കുറിച്ചും ക്രിട്ടിസൈസ് ചെയ്യാനോ വിമർശിക്കാനോ നമ്മളെ അങ്ങനെ വീട്ടിൽ അതിനുള്ളൊരു അവസരം നിങ്ങൾ ഒരുക്കരുത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനോ അല്ലെ മനസ്സിലാക്കാനോ അവസരമുള്ളപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കുക. കുഞ്ഞുങ്ങളുടെ എല്ലാവരും കൂടെ വരുമ്പോൾ ഒന്നിലെ പള്ളിയിൽ അച്ഛനെ ആയിരിക്കാം, ഇല്ലെങ്കിൽ വേറൊരു അയൽവക്കക്കാരനെ ആയിരിക്കാം, ഇല്ലേ അവരുടെ ഒരു കൂട്ടുകാരനെ ആയിരിക്കാം, കൂട്ടുകാരിയെ ആയിരിക്കാം. പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ നമ്മൾ അതൊന്നും ഒരു സംസാര വിഷയമാക്കി, ഒരു വിമർശന വിഷയമാക്കി കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യരുത്. അവർ നമ്മളെ അളക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ ജഡ്ജ്മെൻ്റലാണോ ഇല്ലയോ എന്നുള്ളത്. കാരണം ദിസ് ജനറേഷൻ ഹേറ്റ്സ് ദ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് ടിപ്സ് തരികയായിരുന്നു. സഭയുടെ പല പഠനങ്ങളും നമ്മൾക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ പ്രായോഗികമായിട്ട് ഒരു സെഷൻ നമ്മൾക്ക് എടുക്കുവാൻ സാധിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടോ? പേരൻസ് ചിന്തിക്കുന്ന അവരുടെ ഒരു സാഹചര്യം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഒരു എക്സ്പോഷർ, പിള്ളേരുടെ രീതി, ഒരു രീതിയിലേക്ക് അവർ ചിന്തിക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ആഴമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞത്. ദ ലിസണിങ് പവർ നമ്മൾ ഇൻക്രീസ് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞത്. വേറെ എന്താ സർ? മക്കളെ നമ്മൾ ഗുണദോഷിക്കുന്നത് അല്ലെങ്കിൽ ഉപദേശിക്കുന്നത് അവർ നന്നാവാൻ വേണ്ടിയല്ലേ? ആണോ? പിന്നെ അത് അവർക്കൊരു തെറ്റായി തോന്നുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, അവർ തെറ്റായി തോന്നുകയോ യോജിക്കുന്നില്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മളും അവരുമായിട്ടൊരു ബന്ധം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഹേർഡിൽസാണ്, അതിൻ്റെ ബ്ലോക്സാണ് നമ്മൾ മാറ്റാനായിട്ട് പരിശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഉദ്ദേശം നല്ലതാണ്. ദ വേ വി ഹാൻഡിൽ ഇറ്റ്, നമ്മുടെ ആ രീതികളും നമ്മുടെ അപ്രോച്ചുമാണ് മാറ്റേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. കാരണം ആരും കുഞ്ഞുങ്ങൾ നശിച്ചു പോകുവാനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ദ വേ വി ഡു ഇറ്റ്, നമ്മുടെ അപ്രോച്ച്, അവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, ഇവിടെയൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്താനുള്ളത്. അപ്പോഴേ ഈ എപ്പിസോഡ് നമ്മൾ ഇത്രയും കാര്യങ്ങളോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കാണുന്നത് വരെ ബൈ ബൈ. ജീസസ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് എന്താണ് ലൈംഗിക വിശുദ്ധി. ഒരു മനുഷ്യന് വേണമെങ്കിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് സ്വന്തം ഭാര്യയായിട്ട് പോലും വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുവാൻ സാധിക്കും. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, വാക്കുകൾ, നമ്മളുടെ ഭാവനകൾ, നമ്മൾ നോക്കിക്കാണുന്നത്, ഇത് പ്രവൃത്തിയും ഇതെല്ലാം ഒരേ ലൈനിൽ നമ്മൾ കൊണ്ടുവരികയാണ്.
അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ ബൈ ബൈ. ജീസസ് ലവ്സ് യു. John Paul II's Theology of the Body.